ഗോൾഡും സിൽവറിലും നമ്മളിപ്പോൾ ലംസമായിട്ട് ഈ സാഹചര്യത്തിൽ നിക്ഷേപിക്കുന്ന അനുയോജ്യമാണോ അതോ SIP റൂട്ട് എടുക്കുന്നതാണോ നല്ലത്? ഒരു ഇൻവെസ്റ്റർ വലിയ ഫാളിൽ വാങ്ങാനായിട്ട് ധൈര്യം കാണിക്കുന്ന ഇൻവെസ്റ്റർ ആണെങ്കിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഫാളിൽ വാങ്ങുന്നത് തന്നെയാണ്. പക്ഷേ എത്രത്തോളം ഇൻവെസ്റ്റേഴ്സ് അത്തരത്തിൽ മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ വാങ്ങുന്നു എന്നുള്ള കാര്യം നമുക്ക് സ്റ്റഡി ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ കുറവ് ഇൻവെസ്റ്റേഴ്സേ ഉള്ളൂ. പക്ഷേ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് SIP മെത്തേഡിൽ കൂടെ ഘട്ടം ഘട്ടമായിട്ട് വാങ്ങാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ബെയറിഷ് ഫേസ് ഒരു പക്ഷേ ഏറ്റവും പ്രൊലോങ്ഡ് ഫേസാണ് ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഗോൾഡിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അറ്റ് എവറി ഫാൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഒപ്പം അലുമിനിയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് അലുമിനിയാണ് കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അലുമിനിയാണ് മുന്നേറിയിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട മേജർ റീസൺ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ആണ്. കാരണം ബഹ്റിനിലും UAE-യിലുള്ള അലുമിനിയം കമ്പനികളാണ് 20% ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ. അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ UAE-യിലുള്ള ഒരു കമ്പനി മാത്രം അറൗണ്ട് 9% ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യനെ സംബന്ധിച്ച് ഈ കമോഡിറ്റികൾക്കൊപ്പം തന്നെ ഈ കമോഡിറ്റികളിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്ന ഹോൾഡിംഗ് കമ്പനികളുണ്ട്, അല്ലെങ്കിൽ കമ്പനികളുണ്ട്. ഇപ്പോൾ ഹിൻഡാൽക്കോ ഉണ്ട്, അതുപോലെ തന്നെ വേദാന്ത ലിമിറ്റഡ് ഉണ്ട്, നാഷണൽ അലുമിനിയം ഒക്കെയുണ്ട്, ഹിന്ദുസ്ഥാൻ കോപ്പർ ഒക്കെയുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളും ഈ കമോഡിറ്റികളുടെ പോലെ തന്നെ അപ്രീസിയേഷൻ ലഭിക്കാൻ സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അലുമിനിയം അതുപോലെ തന്നെ കോപ്പർ ഇതൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കമോഡിറ്റികളാണ്, പ്രത്യേകിച്ച് പവർ സെക്ടർ രംഗത്ത്.